Assalamualaikum dear friends. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കറുത്ത് പോയിട്ടുള്ള പഴം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെ പഴം കറുക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. കാരണം ആ ഒരു സമയത്തായിരിക്കും അതിൻ്റെ ന്യൂട്രീഷ്യൻസ് വാല്യൂ ഒക്കെ ഏറ്റവും കൂടുതൽ ഹൈ ആയിരിക്കുന്ന സമയം കേട്ടോ. അത് എങ്ങനെയെങ്കിലും കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് 2-3 മിനിറ്റ് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് ആവിയിൽ വെച്ചിട്ടും ചെയ്യാം, അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടും കഴിക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താലും മതി. പിന്നെ ഈ ഒരു തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, എന്തും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ശർക്കരപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ അളവിൽ മതിയാവും, 2 ടേബിൾ സ്പൂൺ കേട്ടോ, മാറിപ്പോയതാണ്. അപ്പം അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് എന്ത് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിപ്പൊടി വേണമെങ്കിലും ഗോതമ്പൊടി വേണമെങ്കിലും എന്ത് വേണമെങ്കിലും യൂസ് ആക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് അളവിൽ അമൃതപ്പൊടിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കിട്ടുന്ന ആ ഒരു പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് കുറച്ചൊരു തരി പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ അളവിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മിക്സ് ആക്കിയതിന് ശേഷം പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അധികം ചേർത്താൽ മതി. അപ്പം ഫസ്റ്റ് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, നമുക്ക് ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, കട്ടകളൊന്നും ഇല്ലാതെ കേട്ടോ. അപ്പോൾ ഒരു വിസ്കൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സായിട്ട് കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ കുറഞ്ഞ അളവിൽ ജീരകപ്പൊടി ഉണ്ടല്ലോ, ചെറിയ ജീരകത്തിൻ്റെ പൊടി, അത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ ആവശ്യത്തിന് ഉണ്ടാക്കുന്നതുകൊണ്ട് ആ ഒരു പൊടിയൊന്നും ചേർക്കാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചെറിയ ചട്ടിയിലാണ്, ഉണ്ണിയപ്പത്തി ചട്ടിയിലാണെങ്കിൽ നമുക്ക് കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് ഇതിൽ കുറച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒന്നും കൂടി ലൂസായിട്ടുള്ള ബാറ്റർ ആണെങ്കിലാണ് കറക്റ്റായിട്ട് ഈ ഒരു ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് കോരി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പം ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൊന്നും കുക്കാവാതെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അമൃതപ്പൊടിയൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു ബ്രൗൺ കളർ കൂടുതലായിരിക്കും കേട്ടോ. നമ്മൾ കുറച്ചൊരു ഗോൾഡൻ കളറിനേക്കാളും കുറച്ചുകൂടി ഒരു ബ്രൗൺ ആയിട്ട് കിട്ടുക. ഇനി നമുക്കിതുപോലെ ഇഡ്ഡലി തട്ടിലോ കുറച്ചൊരു എണ്ണ തടവിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.